നിക്കളേ ഇവരെ പിടി കിട്ടിയോ? ഇല്ലേ? ഇല്ലേ. അയ്യോ, ഇത് രമേശ് ഫാൻസ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ജില്ലാ ട്രഷറർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം. പരിചയപ്പെടാൻ സാധിച്ച വലിയ സന്തോഷം. ഇത് അളിയനെ, കുഞ്ഞളിയനെ, നമ്മുടെ ചിന്നു ഇല്ലേ, ചിന്നുവിന്റെ ഹസ്ബൻഡ്. അകത്ത് ചേച്ചിയാകെ വിഷമിച്ചിരിക്കുകയാണ്. മറ്റവന്മാരൊന്ന് വിരട്ടിക്കൊണ്ട് പോയതിനു ശേഷമാണ്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ ഫുൾ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. ശരി, പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. നേരത്തെ മറ്റവന്മാര് വന്ന് വീട് തീ വെക്കുന്നു പറഞ്ഞില്ലയോ? അതിന് ബദലായിട്ട് അവര് നമുക്ക് സെക്യൂരിറ്റി തന്നിരിക്കുക. ഇവര് പറയുന്നത് അവന്മാരുടെ വീട് പോയി കത്തിക്കുക. സന്തോഷം. അപ്പഴേ രാത്രി കഴിക്കാൻ എന്താ വേണ്ട? ബിരിയാണി ആയാലും. മട്ടൻ ബിരിയാണി. അത് മതി. അല്ലയാ 4 മട്ടൻ. അല്ലേ വേണ്ട, ഞാനിവിടെ കൂട്ടി 5 മട്ടൻ ബിരിയാണി. 5 മട്ടൻ ബിരിയാണി. ഒരു ഐസ്ക്രീം കൂടെ ആയാലും. ഓക്കെ. ഒരു ഐസ്ക്രീം ആയിക്കോട്ടെ. എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി, പപ്പ ഇവിടെ കയ്യിലെത്തും. കുടി. അതെ, എന്റെ കുഞ്ഞളിയനാ. ഈ മണ്ണോം തടിയൊക്കെ ഇത്ര ഉണ്ടെന്നേ ഉള്ളു. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പാവും പിന്നെ ഫ്രണ്ടിലോട്ട് വെക്കത്തില്ല. അതിപ്പോ മനസ്സിലായി. കുടി. പോയി, എല്ലാം കൈവിട്ട് പോയി. എന്തോ ചെയ്യും? ഫുൾ പ്രശ്നമായി. ഇൻഡിവിജ്വലിലെ തോര ബിസിനസ് ഒക്കെ തുടങ്ങി വെച്ചിട്ട് ഇപ്പൊ ബിസിനസ് ഞാൻ ബിസിനസ്സിനില്ല, ഒരു മണ്ണാങ്കട്ടയ്ക്കും ഇല്ല. ഞാൻ പറഞ്ഞ നേരെ ആലോചിച്ചിട്ട് ഒരു കാര്യം ചെയ്യാവുന്നു. അപ്പൊ കൂടുന്നവരൊക്കെ അവിടെ ഇപ്പൊ എന്താ രാമേട്ടൻ ഒറ്റയ്ക്കാക്കാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. ഇപ്പം എടി, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിനക്ക് ഒന്നാമത് ഈ സിനിമയെ കുറിച്ച് ഒരു മണ്ണും അറിഞ്ഞുകൂടാ. എന്നാലും നീ റിവ്യൂ ചെയ്താൽ വേണോ? ഞാൻ പറയട്ടെ, ഇത് വായിച്ചിട്ട്, ഈ റിവ്യൂ വായിച്ചിട്ട് പോയി സിനിമ കാണുന്ന ആൾക്കാരുണ്ട്. അമ്മരാണ് നീ മണ്ടന്മാരാക്കി വിട്ടത്. നീ അയ്യോ, അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങൂല. ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്, എനിക്ക് മൊത്തം പ്രശ്നമാവും. ഏത് നേരത്താണോ എന്തോ ഇങ്ങനെ ഓരോ ഐഡിയ തോന്നിയത്. ഒന്ന് പോ, എന്തെങ്കിലും ഒന്ന് ചെയ്. എന്ത് ചെയ്യും ഇനി? ഒരു ഗ്ലാസ് എടുക്കട്ടെ? വേണ്ട, മതിയോ? മതി. അല്ല, ചോദിക്കാൻ പഠിക്കരുത്. വേണ്ട ആവശ്യമില്ല, മതിയായി. അളിയ, എന്റെ പൊന്നെ സഹോദരന്മാരെ, നിങ്ങൾ ദയവേത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി തരണം. ചേട്ടാ, നമ്മളിവിടെ വന്നത് ചേച്ചിയുടെ പ്രൊട്ടക്ഷൻ ഞാൻ കൊടുത്തോ. അല്ല, കുഞ്ഞളി എന്തോ ഈ പറയുന്നത്? ആണോ? ചുമ്മാ അങ്ങോട്ട് മണിക്കൂറാണ് അങ്ങോട്ട്. നമ്മള് ഇവിടെ ചേച്ചിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വന്നിവിടെ ഇരിക്കുന്നത്. അങ്ങനെയാണോ? ശരി, എന്നൊരു കാര്യം. ഇങ്ങേരിത് എന്തുവാണ്? ഞാൻ ഒരു ലൈവ് പോകാം. ലൈവോ? സുഹൃത്തുക്കളെ, ഞാൻ ഈ ലൈവിൽ വന്നതിന്റെ കാര്യം എന്ന് അറിയും. ഈ ബുദ്ധിമുട്ടാണ്. ഇവരൊക്കെയാണ് നമ്മൾ വീട്ടിലേക്കുമ്പോഴേ നമ്മൾ ഇവിടെ വന്നത് നിങ്ങളെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. നിങ്ങൾക്ക് അത് ആവശ്യമില്ല, പിന്നെ നമുക്ക് ആവശ്യമില്ല. നമ്മൾ പോവാണ്. നമുക്ക് ഇനി അതിന്റെ ആവശ്യമില്ല. നമ്മൾ പോവാണ്. അല്ല, പോയാലോ? ഇല്ല, നമ്മൾ പോവാണ്. നീ അവരെ എന്താ എപ്പോഴേക്ക് വിട്ടത്? അണ്ണ ഒറ്റ ഒരുത്തല്ല കാരണക്കാരെ. പുതിയ ബിസിനസ് ചെയ്യുന്ന ഇങ്ങനെ ലക്ഷങ്ങൾ ഉണ്ടാക്കിയ ഒരു 2 ലക്ഷം ഇങ്ങനെ കൂടെ കൊടുക്കണേ. ഈ സോഷ്യൽ മീഡിയയിലേക്ക് കാണിക്കുമ്പോഴേ നല്ല സൂക്ഷിക്കണം. അല്ലെ, നല്ലതുണ്ട് ചീത്തയുണ്ട്. ഈ ചിന്തിക്കാത്ത ഓരോ കാര്യങ്ങൾ ചെയ്താലേ ഇതുപോലത്തെ ഓരോ പ്രശ്നങ്ങളും കൂടെ വന്ന് കയറും. മനസ്സിലായ? അണ്ണ ഒറ്റ ഒരുത്താണ് ചുമ്മാ എന്റെ പെങ്കൊച്ചിനെ ഉസുപേറ്റി വിട്ടത്.